എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കാസർഗോഡ് ജില്ലയിലെ ശ്രീ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഈ ക്ഷേത്രത്തിനെ കുറിച്ചും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നമുക്ക് കണ്ടറിയാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണിത്. കുമ്പളയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രമുള്ളത്. ഒരുപാട് കഥകൾ കേട്ടുവെങ്കിലും ആദ്യമായിട്ടാണ് ദേവനെ കാണാൻ സാധിച്ചത്. അതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരു വ്യത്യസ്തമായ ക്ഷേത്രമായതിനാൽ ഇതിനൊരു ചരിത്രമുണ്ട്. അത് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് സ്വാമി പറയുന്നതാണ്. തിരുവനന്തപുര പത്മനാഭ ക്ഷേത്രത്തിലെ മൂലസ്ഥാനം എന്ന് പറയും. ഇവിടെ പത്മനാഭസ്വാമി അനന്തൻ്റെ മീതെ ഇരുന്ന രൂപത്തിലുള്ളത്. ഇവിടെ ഈ അമ്പലത്തിനൊരു 3000 വർഷം പഴക്കമുണ്ട്. ഇത് ബിൽവമംഗലം സ്വാമീജി പ്രതിഷ്ഠാപന ചെയ്ത് പൂജിച്ചുകൊണ്ട് ഒരു അമ്പലമാണെന്ന് അറിയപ്പെടുന്നു. ഈ അമ്പലത്തിൽ 5 വിഗ്രഹങ്ങളുണ്ട്. ഉള്ളിൽ 5 വിഗ്രഹങ്ങൾ വിശേഷ വിഗ്രഹങ്ങൾ, ആയുർവേദിക് മെഡിസിനുകൾ ഉണ്ടാക്കിയ വിഗ്രഹങ്ങൾ. കടുശർക്കര വിഗ്രഹം എന്ന് പറയും. 64 വക ഇടമൂലികകളെ ലേപന കൊണ്ടുണ്ടാക്കിയ വിഗ്രഹം. പിന്നെ അഭിഷേകം അലങ്കാരം ഒന്നും ചെയ്യാനില്ല. ഉള്ളിൽ അതേപോലത്തെ പഞ്ചലോകത്തിലെ വിഗ്രഹങ്ങളുണ്ട്. അതിന് മാത്രം അഭിഷേക അലങ്കാരം ചെയ്യും. പത്മനാഭസ്വാമി ഇവിടെ അനന്തൻ്റെ മീതെ ഇരിക്കുന്ന രൂപം. അതേ രീതി ഇവിടെ പത്മനാഭസ്വാമി തിരുവനന്തപുരം പത്മനാഭ ക്ഷേത്രത്തിലേക്ക് പോയ വഴിയാണ് ഇവിടെ കാണുന്നതാണ്. അതേമാതിരി അമ്പലത്തിൽ കുറേ ഉപകുടികളും ഉണ്ട്. വേദാവതി, അതേമാതിരി മീശമർദിനി, അതേമാതിരി ഉള്ളാക്കുളു, അതേമാതിരി നമ്മളെ കൃഷ്ണ ടെമ്പിൾ, ഇങ്ങനെ കുറേ ഉപകുടികളുണ്ട്. അത് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ അമ്പലം ഉള്ളത്. ഒരു സരോവരത്തിൻ്റെ മധ്യത്തിലുള്ള ഒരു അമ്പലമാണ് അത്. അമ്പലം പറഞ്ഞാൽ ഇങ്ങനത്തെ അമ്പലം കേരളത്തിലെ അപൂർവമാണ്. അമ്പലത്തും തുടക്കത്തിലെ ഈ കുളത്തിലൊരു മുതലയുണ്ട്. ആദ്യം ഉണ്ടായത് ഒരു മുതലേണി അന്ന് ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നതിന്. അതിൻ്റെ ശേഷം വന്ന മുതലേ 80 കൊല്ലം ജീവിച്ചിട്ടുണ്ടായി. അത് ഇപ്പോൾ മരിച്ചിട്ട് ഒരു 3 കൊല്ലമായി. അത് മരിച്ച പിന്നെ ഓട്ടോമാറ്റിക്കലി വേറൊരു മുതൽ ഇതിൽ പ്രത്യക്ഷപ്പെട്ടു. അതാണ് ഇപ്പോഴുള്ള ബബിയ പറയുന്ന മുതൽ. നിത്യം നിവേദ്യ ടൈമിന് 2 നേരം നിവേദ്യം കൊടുക്കും. പൂജാ ടൈമിൽ മോർണിംഗ് പൂജയ്ക്ക് 7:30 പൂജാ ടൈമിൽ നിവേദ്യം കൊടുക്കും. അതേമാതിരി 12:30 നിവേദ്യം കൊടുക്കും. ആ നിവേദ്യ ടൈമിൽ ഗുഹയ്ക്ക് കൊണ്ടുപോയിട്ട് നിവേദ്യം നിത്യം കൊടുക്കാൽ നടയിൽ വന്നെങ്കിൽ നടയിലേ കൊടുക്കും. പൂജ കഴിഞ്ഞിട്ട് നട അടിച്ച പിന്നെ ബബിയ പറയുന്ന മുതൽ നടയിൽ വന്നിട്ട് കിടക്കും. എപ്പോഴും ഇല്ല, അതിന് തോന്നുമ്പോൾ കിടക്കും. അതേമാതിരി നട തുറക്കുമ്പോൾ 5:30 നട ഇറങ്ങിയിട്ട് പോകും. ഇപ്പോൾ പൂജാ ടൈമിൽ കാണാൻ കിട്ടും. ഇത് അതേമാതിരി ഇവിടുന്ന് അപ്പുറത്തൊരു ചെറിയ കുളമുണ്ട്. അടക്ക് പോയിട്ട് വരും. രാത്രി കാലങ്ങളിൽ ഈ അമ്പലത്തിൻ്റെ ഒരു കാവൽക്കാരനായിട്ട് ഈ മുതലുണ്ടാവും. അതാണ് ഈ മുതലിൻ്റെ പ്രസിദ്ധി. ഇവിടെ വന്നിരിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്നൊരു ഫീൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്.
വളരെ വ്യത്യസ്തമായ ക്ഷേത്രവും ചരിത്രവും ബഭിയ എന്ന മുതലയുടെ വിശേഷങ്ങളും അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതിനുപരി ഭഗവാന്റെ അനുഗ്രഹം വാങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. ഇനിയും വ്യത്യസ്തമായൊരു വീഡിയോയുമായി വീണ്ടും കാണാം.